സോസും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. സാധനം കൊള്ളാടാ, ട്രൈ ചെയ്ത് നോക്കിക്കോ, എനിക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ജെഫ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ വേണ്ടി പോണത് എഗ് നൂഡിൽസ് റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി മസാലയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ്. നൂഡിൽസ് വാങ്ങുമ്പോൾ കിട്ടുന്ന മസാല യൂസ് ചെയ്യണം. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഈ സാധനമൊന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ചുരണ്ടി കളയണം. ചെടിക്ക് വളവും. നമുക്കിത് പകുതിയാക്കി കെട്ടിയെടുക്കാം. സവാള നമ്മളൊരു ഏകദേശം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് സെറ്റ് ചെയ്യണം. ബീൻസ് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് ആദ്യം നൂഡിൽസ് വേവിച്ചെടുക്കാം. വെള്ളം അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ ഒപ്പം കുറച്ച് ഓയിലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നൂഡിൽസ് അധികം കട്ട പിടിക്കായിരിക്കും. നമ്മൾ തിളക്കട്ട. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമുക്കിനി നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇപ്പി നൂഡിൽസാണ് മേടിച്ചത്. നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ഒരു 3 മിനിറ്റോളം ഏകദേശം വേവിച്ചെടുക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനൊരു പാത്രത്തിലേക്ക് ഇതെടുത്ത് മാറ്റാം. കുറച്ചൊരു തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ നമുക്ക് കിട്ടും. സാധനം റെഡി ആയിട്ട് ഇട്ട് വിട്ട് സംഗതി വന്നോളും. ഒന്ന് പാത്രത്തിലേക്ക് ആദ്യം ശരിക്ക് വെള്ളം ഒന്ന് അങ്ങോട്ട് ഊറ്റി എടുക്കാം. ഓക്കെ, പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ചട്ടി ഒന്ന് ചൂടായ വരുമ്പോഴേക്ക് നമുക്കൊന്ന് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മുടെ നൂഡിൽസിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു സവാളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചൂടായില്ലെന്ന് വിചാരിച്ചിരുന്നേക്ക് അന്നേരം ചൂടായിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ ചൂടായിരുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. നമുക്കിനി കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതുണ്ടാവും. ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വാടി വരട്ടെ. ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് പച്ചക്കറികൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാബേജ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റും. നിങ്ങളിൽ ക്യാരറ്റും ക്യാബേജും മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കൊന്ന് ഇത് ഇളക്കി ചേർത്ത് പിടിപ്പിക്കും. നമ്മൾ നേരത്തെ ബട്ടറൊന്ന് കുറച്ച് ഉരുക്കി വെച്ചിട്ടുണ്ടായി. ബട്ടർ അങ്ങോട്ട് ഇതിൻ്റെ അങ്ങോട്ട് കയറി പിടിക്കാൻ പറ്റില്ല. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ബട്ടറും കൂടി അങ്ങോട്ട് ചേർത്ത് നമുക്ക് ശരിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ സോൾട്ടഡ് ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പിന് അധികം നമ്മൾ ആഡ് ചെയ്യേണ്ടി വരില്ല. കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം റെഡി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി മസാല എടുത്ത് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പറയാം. നന്നായിട്ട് നമ്മൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 3 കോഴിമുട്ട കുരുമുളക് ഉപ്പൂട്ടൊന്ന് അടിച്ചെടുത്തേ.
ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കാം. മുട്ട റെഡി ആകുന്നുണ്ട്. നമുക്കൊന്നൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ നൂഡിൽസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ നൂഡിൽസിലേക്ക് നമ്മുടെ മസാല റെഡിയാക്കി വെച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. സൂപ്പർ മസാലയാണ്. നമ്മൾ നൂഡിൽസിൻ്റെ മസാല എടുത്തില്ല, നമ്മളതുകൊണ്ടാണ് വേറെ സെപ്പറേറ്റ് മസാല റെഡിയാക്കി എടുത്തത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗും കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗും കൂടി അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ആദ്യം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഗ്രീൻ ചില്ലി സോസും കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അവസാനം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം. കുറച്ച് സോയാബീൻ സോസും കൂടി ആഡ് കൊടുക്കാം. ബീൻ സോസ് അധികം വേണ്ട, കുറച്ച് മതി. നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നൂഡിൽസ് റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മളിനി പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എഗ് നൂഡിൽസ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സെപ്പറേറ്റ് മസാല ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു രുചി ശരിക്കും പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബട്ടറിൻ്റെ ടേസ്റ്റും നന്നായിട്ട് കിട്ടുന്നുണ്ട്. സോസും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. സാധനം കൂടാ ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെജിറ്റബിൾസ് ഇട്ടാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള കൈവശമുള്ള വെജിറ്റബിൾസ് ഇട്ട് റെഡിയാക്കി എടുത്താൽ മതി. വേറെ സീനൊന്നുമില്ല. നല്ല അടിപൊളി എഗ് നൂഡിൽസ് റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഗ് നൂഡിൽസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തുടർന്ന് നമ്മൾ അടിപൊളി റെസിപ്പീസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ എനിവേ എല്ലാവർക്കും ഗുഡ് ബൈ.